ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനെക്കുറിച്ച് പറയാം. സൽമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ രോഗത്തിൽ കിടക്കുമ്പോൾ ഞാനായിരുന്നു അവരെ പരിചരിച്ചിരുന്നത്. 40 ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രൂപത്തിലായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് കുളിക്കാനുള്ള വെള്ളം തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെള്ളം കൊടുത്തു. അവർ ആ വെള്ളം കൊണ്ട് കുളിച്ചു. ശേഷം എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ വസ്ത്രങ്ങൾ എടുത്തു തരൂ. അങ്ങനെ സൽമ റളിയല്ലാഹു അൻഹ പുതിയ വസ്ത്രം എടുത്തു കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത് ധരിക്കുകയും ചെയ്തു. ശേഷം എന്നോട് പറഞ്ഞു, വീടിൻ്റെ മധ്യത്തിൽ എൻ്റെ വിരിപ്പ് വിരിച്ചു തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിരിച്ചു കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കവിളിന് താഴെ കൈവച്ച് അവർ അതിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കിടന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നി മഖ്ബൂലത്തുൻ അൽ ആൻ, ഞാൻ ഇപ്പോൾ വഫാത്താകും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഖദ് തതഹർതു, ഞാൻ ശുദ്ധിയായിട്ടുണ്ട്, കുളിച്ചു, വുളൂ ചെയ്തു, നല്ല ശുദ്ധിയോടുകൂടെയാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മഗ്‌രിബ് ഇശാഇൻ്റെ ഇടയിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. റമളാൻ 3-നായിരുന്നു മഹദി വഫാത്തായിട്ടുള്ളത്. 29 വയസ്സായിരുന്നു മഹദിക്ക് ഉണ്ടായിരുന്നത്. വലിയ പവിത്രത അല്ലാഹു തആല കൊടുത്ത മഹദിയാണ് ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയും കുടുംബവും നരകത്തിൽ കടക്കുകയില്ല എന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, സിറാത്ത് പാലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടക്കുമെന്ന് സംഭവത്തിൽ കാണാം. അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പരിശുദ്ധയായിരുന്നു. അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ സഹോദരിമാർക്കും മാതൃകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച സഹോദരിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.